ഹലോ കിഡീസ്, ഞങ്ങളിത് വീണ്ടും വന്നിരിക്കുന്നു. വീണ്ടും വേറൊരു ഔട്ടിങ്. ഇന്ന് ഇക്കൊൻ്റെ ഹോളി കമ്മ്യൂണിനുള്ള ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിങ്ങനെ ഷൂ കുറേ തപ്പി നടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഭാവനയിൽ കയറി ഷൂ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലെടുത്ത് വേഗം മേടിച്ചു. അടുത്ത സ്ഥലത്തേക്ക് പോയി തുടങ്ങി. അപ്പോൾ ഇക്കുൻ്റെ കയ്യിൽ എപ്പോഴും സ്നാക്സ് ഉണ്ടാവും. അത് തുറന്നു കഴിഞ്ഞാൽ ഞാനും ചേട്ടനും ചേച്ചിയും എല്ലാവരും കൂടി അതിലേക്ക് കൈയിട്ട് വാരിയേക്കും. അപ്പോൾ ഞങ്ങൾ ഷൂ ഒക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങൾക്ക് ക്യാൻഡിൽ വാങ്ങണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഹോളി കമ്പനിയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫെജിയിലേക്ക് പോയി, പുതിയ ഫെജിയിലേക്ക് പോയി. ഭയങ്കര കളക്ഷൻസ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വേണ്ട സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കടയൊക്കെ ചുറ്റിക്കറങ്ങി ഞങ്ങൾ വീണ്ടും അടുത്ത സ്റ്റവ് മേടിക്കേണ്ട ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ട് സ്റ്റവ് മേടിക്കാൻ പോയി. പിന്നെ ശ്രീകൃഷ്ണയിൽ സ്വീറ്റ്സ് മേടിക്കണമായിരുന്നു ഈസ്റ്ററിന് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ പോയി ഞങ്ങൾക്ക് രസഗുളയും ഗുലാബ് ജാമുനും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ കറങ്ങി ഉച്ചയായി തുടങ്ങി. ഐ തിങ്ക് അറൗണ്ട് 3:30 വിശന്നു നേരെ അലങ്കാരം കയറി എന്തൊക്കെയോ ഓർഡർ ചെയ്തു. പക്ഷേ ഞങ്ങൾ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി പൊറോട്ട കഴിച്ച് തുടങ്ങിയതാണ്. അപ്പോഴാണ് അവരുടെ സ്പെഷ്യൽ ഒരു സാധനം ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഈ ചട്ടിയിൽ കിടന്ന് തിളയ്ക്കുന്ന സാധനം, വയനാടൻ ബീഫ് കറി. സംഭവം കാണാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ഞെട്ടി. പക്ഷേ ആ സാധനം പോയ വഴി അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി എവിടെ പോകണം എന്ന് ആലോചിച്ചപ്പോൾ ഇനി ആർക്കും ആരോഗ്യമില്ലാണ്ടായി. കാരണം ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. അങ്ങനെ നേരെ വീട്ടിലേക്ക് വിട്ട് എല്ലാവരും പോസ്റ്റായി. അവിടെ കുറേ നേരം ഇരുന്നു. നെക്സ്റ്റ് ഡേ ഈസ്റ്റർ അല്ലേ, അതിനുള്ള പ്രിപ്പറേഷൻസ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടന്ന് ഇന്നത്തെ ദിവസം അങ്ങനെ സക്സസ്ഫുള്ളി ഡൺ. ഇനിയും ഉണ്ട് കേട്ടോ ഷോപ്പിംഗ് വീഡിയോസ്. ഹോളിക്കവിൻ്റെ തലേ ദിവസം വരെ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഈ പോക്കുണ്ട് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ശരി, ബൈ, താങ്ക് യു.